ഹായ്. നമ്മളേ കോയമ്പത്തൂർ ഇഷ കാണാൻ പോയതിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ആയില്ലേ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങൾ കാറിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എൻട്രി ആവുന്ന വ്യൂ ആണ്. അപ്പം നമുക്ക് രണ്ട് സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. ഒന്നുകിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വണ്ടി നിർത്താം, അവിടെ പാർക്കിംഗ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറക് വഴി ഒരു സൈഡ് വഴി പോകുന്നുണ്ട്. ആ സൈഡ് വഴി പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു വഴിയല്ലായിരുന്നു ഇത്. പെട്ടെന്ന് വന്ന് കയറിയത് ഈ വഴിയാണ്. അങ്ങനെ വന്നപ്പോൾ എന്തായാലും കൃത്യമായിട്ടും അതിൻ്റെ ഫ്രണ്ടിലോട്ട് എത്താൻ പറ്റി. ഒരു നല്ല വലിയൊരു ശിവൻ്റെ രൂപമാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദിയോഗിയുടെ ഒരു ആശ്രമമാണ്. ആ ആശ്രമ സ്ഥലത്ത് ഒരു പ്രൈവറ്റായിട്ട് ഒരു ശിവൻ്റെ വലിയൊരു രൂപം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ആദിയോഗിയുടെ ആശ്രമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല സ്ഥലമാണ്. അവിടുത്തെ വീഡിയോസോ വ്യൂസോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ശിവൻ്റെ ഒരു ഭാഗം മാത്രമേ ഇതിനകത്ത് നമ്മൾ കാണിക്കണുള്ളൂ. ഇവിടെ നമുക്ക് ഒരു അമ്പലം എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഒരു 20 രൂപയുടെ ഒരു 10 രൂപയുടെ എന്തോ ഒരു വഴിപാടാണ്. നമ്മളവിടെ ഒരു താമരയും ഒരു ധാരയാണ് അവിടെ കൊടുക്കുന്നത്. സർപ്പത്തിൻ്റെ അവിടെ എന്തോ വഴിപാടാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്കിത് ആദിയോഗി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, യോഗയുടെയും മെഡിറ്റേഷൻ, നമ്മുടെ ധ്യാനത്തിൻ്റെയൊക്കെ ധ്യാനിക്കാനൊക്കെ ഇച്ചിരി കഴിവ് അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഏകാന്തമായി വയ്ക്കാനും അതുപോലെ തന്നെ റിലാക്സേഷനും വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഇവിടെ പോകുന്നത്. ഇത് നമ്മൾ അവിടെ വരി നിൽക്കുന്നതാണ് കേട്ടോ, ഈ ജലധാര ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആ നീല ബാഗിട്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പം ഞങ്ങൾ പോയത് ഞാനും എൻ്റെ അനിയത്തിയും അമ്മയും അച്ഛനും ഞങ്ങളുടെ 3 പിള്ളേർ, അതായത് എൻ്റെ ഒരു മോളും അനിയത്തിയുടെ 2 മക്കളും കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ 2 പേരെയും കെട്ടിയവന്മാരും ഉണ്ടായിരുന്നില്ല, അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ മോൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെ ചെന്നാലും അവൾക്ക് എല്ലാം ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അവൾ അമ്മൂമ്മോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അമ്മ എനിക്കത് തരണമെന്ന് കേട്ടോ. അങ്ങനെ വഴിപാട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ വലിയ ശിവനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയപ്പം ശിവനെ ഒരു ഉള്ളിലേക്കൊരു ഡോറ് കണ്ടോ, അത് അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് എന്ത് മെറ്റീരിയൽ വെച്ചാണ്, ഇത് എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയ ശിവനാണ്. മഴയും വെയിലും ഒക്കെ ഒരുപോലെ കൊള്ളുന്നുണ്ട്. നമ്മൾ ചെന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 1:30 കൂടിയിട്ടാണ്. നമ്മളവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തി. അത് നമ്മളവിടെ ഈ ശിവനെ ജസ്റ്റ് ഒന്ന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് അവിടെ മുഴുവൻ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രദക്ഷിണം വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. ആ സമയത്തൊന്നും അത്രയ്ക്കധികം ആളുകളുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് ആ മുന്നേ നടക്കുന്ന നീലയും വെള്ളയും ചുരിദാറാണ് എൻ്റെ അനിയത്തി. അപ്പോൾ ഉണ്ട് അമ്മ, അവളുടെ കയ്യിലുള്ളത് അവളുടെ ഒരു കുഞ്ഞാവ എൻ്റെ കയ്യിലാണോ അതോ അവളുടെ കയ്യിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെ 2 കുഞ്ഞാവകൾ, ഇത്രയും പേരാട്ടോ. അങ്ങനെ ഞങ്ങളൊരു പ്രദക്ഷിണം വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയാം, എന്തോ ലൈറ്റ് ആണെന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുള്ളൂ. ഇതെന്താണെന്നോ എങ്ങനെയാണ് ഈ ലൈറ്റ് വരണേന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു കാര്യമാണ്, ഇത് ഒത്തിരി സ്ഥലമുണ്ട്. നമുക്ക് ഈ ശിവൻ്റെ അടുത്ത് എത്താനായിട്ട് മെയിനായിട്ട് ഉള്ള റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒത്തിരി സ്ഥലം നടക്കാനുണ്ട്. ഈ നടക്കാൻ വയ്യാത്ത അമ്മൂമ്മമാരും അങ്ങനെ കുഞ്ഞു പിള്ളേരുടെ അടുത്തുള്ള അമ്മമാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കുള്ളൊരു സൗകര്യമാണ് നമുക്ക് കാളവണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. കാളവണ്ടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു കാളവണ്ടിയല്ല, ഒന്നും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള കാളവണ്ടിയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു അഭിപ്രായം അവിടെ വരാം കേട്ടോ. കാരണം മൃഗങ്ങളെ ഉപയോഗിച്ച് അങ്ങനെ, പിന്നെ ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു വ്യായാമം ആവും എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പം എനിക്ക് ഇതിനകത്ത് ഏത് രീതിയിൽ എടുക്കണമെന്ന് അറിയില്ല. സോ അവിടെ കണ്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെന്തായാലും ആരും ഉപദ്രവിക്കാനും പോയില്ല. ഞങ്ങളുടെ കാലുകൾ ഉപയോഗിച്ച് നടക്കുകയാണ് ചെയ്തത്. പിന്നെ അതൊരു ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഈ വൈകിട്ടൊക്കെ നടക്കാനൊക്കെ ഇറങ്ങാനും അതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടാനായിട്ട് നല്ലൊരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നി. നമുക്കങ്ങനെ ഒന്നും പോകാൻ പറ്റിയൊരു സ്ഥലമല്ല. ഞങ്ങൾ വീട് പാലക്കാട് ആണെന്ന് പറഞ്ഞാലും പാലക്കാട് നിന്ന് കോയമ്പത്തൂർ എത്തുന്ന ആ ഒരു ട്രാവലിങ് വരുമല്ലോ, അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ അവിടുത്തെ പാത്ത് വേ ആണ്, നടക്കാനുള്ള പാത്ത് വേ ആണ് കാണുന്നത്.
പിന്നെ അവിടെ കുറച്ച് കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട്. നമുക്ക് ചായ കുടിക്കാനും അതുപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ മണ്ണുകൊണ്ടുള്ള കപ്പില്ലേ, അതായത് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മൺകപ്പിൽ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കുക. അതിന് എത്ര തോന്നുന്നു, എനിക്ക് തോന്നുന്നു 20 രൂപയോ 25 രൂപയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ഉപ്പിലിട്ട അരിനെല്ലിക്ക, മാങ്ങ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഡസ്റ്റ്ബിൻ, വേസ്റ്റ് ഇടാനുള്ള പിന്നെ ഇഷ്ടം പോലെ എല്ലാവിടെയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ആദിയോഗിയുടെ ആശ്രമം കാണുന്നത്. അവിടെ ശരിക്കും നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല ലൈറ്റായിട്ടുള്ളൊരു മ്യൂസിക് എപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രത ആക്കിയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ കുട്ടീസിനൊരു റീൽസൊക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന്. അതെൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന പോയിൻറ്റ്സ്. അവിടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം മൊത്തം ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഈ ഫോണും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ഒത്തിരി നാഗപ്രതിഷ്ഠ ഉള്ള പോലെ തോന്നി. അതൊക്കെ എന്താണ്, ഐതിഹ്യം എന്താണ്, അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണെന്നാണ് വായിച്ചത്. അങ്ങനെ ഞാനും മോളും, ഇപ്പം എനിക്ക് തോന്നുന്നു അവളാണ്, എൻ്റെ അനിയത്തിയാണ് വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്നത്. ഇനി നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ച് തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇത് 7:10 കൃത്യമായിട്ടും ഈ പരിപാടി നടക്കണത്. അപ്പോൾ അവിടെ എന്തോ ഒരു പൂജ പോലെ അവർ ചെയ്യുന്നുണ്ട്. ആ പൂജയ്ക്ക് ശേഷമാണ് ഈ ലൈറ്റ് കത്തിക്കുക. അത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞിട്ട് ഒരു ആരതി പോലെ ചെയ്യുന്നത് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് നിങ്ങളെ ആ വോയിസൊക്കെ കേൾപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാനത് ട്രൈ ചെയ്യാം. പക്ഷേ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതെല്ലാം കുട്ടികളായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശബ്ദം കവറാവുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ ശബ്ദം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മളതിങ്ങനെ അതിപ്പോൾ കത്തിന് കാണാൻ പറ്റും. ആ സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാർ വന്നിട്ട് അവരിനി കയ്യിലുള്ള പന്തം കത്തിക്കും. ആ കത്തിച്ച് എന്തോ പൂജ പോലെ എന്തോ, അവിടെ ഒരു നാഗപ്രതിഷ്ഠ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ എന്തോ പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നോ ഇനി അവിടെ വേറെ കൂടുതലായിട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. ഇത് പോയി കാണാൻ പറ്റാത്തവർക്കും ഇതെവിടെയാണെന്ന് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വീഡിയോ ഇട്ടത്. നമ്മുടെ ഇപ്പോൾ പാലക്കാട് പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് പോയിട്ട് വരാവുന്നതാണ്. പക്ഷേ നേരത്തെ പോയിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ പോയി യോഗ ചെയ്യാനും ധ്യാനിക്കാനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു 7:10 to 8 മണിയുടെ ഉള്ളിലാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ലൈറ്റിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, ആദിയോഗി യോഗ ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ അവർ അവിടെ ഒരു പാട്ടാണ് കേട്ടോ പ്ലേ ചെയ്യുന്നത്. അവർ യോഗ യോഗേശ്വരായ അങ്ങനൊരു മ്യൂസിക്കിലാണ് അവിടെ ട്യൂൺ ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ പ്രാർത്ഥനയ്ക്കൊക്കെ. നമുക്ക് ശരിക്കും നമ്മളത് കേട്ട് അവിടെ ഇരുന്ന് പോവും. ധ്യാനിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലൊക്കെ ശരിക്കും നമുക്ക് നല്ലതാണ് മൈൻഡിനും. നമ്മുടെ എന്താ പറയുക, മനസ്സിലെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും, പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷനിൽ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടൊക്കെ മെഡിറ്റേഷനൊക്കെ നല്ലതാണെന്ന് പറയും. പക്ഷേ നമുക്കതിനൊന്നും സമയമില്ല. നമ്മുടെ ലൈഫ് ഭയങ്കര ബിസി ആയതുകൊണ്ട് നമുക്കൊന്നിനും സമയമില്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ അവർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ക്ഷമയില്ലാണ്ട് ഇതിങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങി. അപ്പോൾ കയ്യിലൊരു ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനം, മീൻസ് ആപ്പിളും ഓറഞ്ചൊക്കെ അമ്മ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, 2 മക്കളുണ്ട്, 2 പേർക്കും പിള്ളേരെ കുറിച്ച് ഒരു വിചാരമില്ല, ഞാൻ എന്തിനാണ് കൊണ്ടുവരണത്, എൻ്റെ മക്കളൊക്കെ വലുതായില്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ. എന്നിട്ട് അമ്മ പിന്നെ അത് മുറിച്ച് 3 പേർക്കും കൂടി കൊടുത്തു. അപ്പോൾ എൻ്റെ മോള് പഴമൊന്നും കഴിക്കില്ല, എൻ്റെ മോൾക്ക് ആപ്പിൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അവൾ ആപ്പിൾ മാത്രം എടുത്ത് കഴിച്ചു. ബാക്കി 2 പേരും പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു.
എനിക്കങ്ങനെ വിശപ്പൊന്നും തോന്നിയില്ല. എനിക്കിത് എന്താണ് ഇത്, എവിടെ നിന്നാണ് എനിക്ക് ശിവനെ കണ്ടിട്ട് ശിവൻ്റെ മേത്ത് LED ബൾബ് വെച്ചിട്ട് കത്തിക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കിത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റ വീഡിയോയിലും അങ്ങനെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. ഈ ശിവൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ നിന്ന് എന്ത് ലൈറ്റ് എങ്ങനെയാണെന്ന് ഒന്നും മനസ്സിലായില്ല. ഞാനപ്പോൾ എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റാണ് നമ്മൾ പന്തലൊക്കെയില്ലേ അതുപോലെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്ഷേട്ടനും വന്നാത്തതുകൊണ്ട് ഹസ്ബൻഡിനെ വീഡിയോ കോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളീനെയും കൂടെ കാണിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല, വണ്ടിയിലായിരുന്നു. പിന്നെ പുള്ളി എടുത്തു, കുറച്ചൊക്കെ കണ്ടു. ഞാൻ സംസാരിക്കാനുള്ളത് ആദ്യമേ അങ്ങ് സംസാരിച്ച് തീർക്കുവാണ്. കാരണം അവിടെ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അവിടുത്തെ മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്. അപ്പം അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാലും ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും വലിയൊരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിതുവരെ അങ്ങനെ ഇത്ര വലിയ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഷോർട്സ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ്സ് അത്രയ്ക്കുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം എത്ര പേര് ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല. സാധാരണ എനിക്ക് വരുന്ന മാക്സിമം വ്യൂ എന്ന് പറയുന്നത് ഒരു 100 to 500 വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞ വ്യൂ എന്ന് പറഞ്ഞാൽ 10-12 ആണ്. അപ്പോൾ അത്രയും പേരെ കാണുന്നുള്ളെങ്കിൽ അത്രയും പേരെയും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ശിവൻ്റെ തലയിലുള്ള ചന്ദ്രക്കലയാണ്. അപ്പോൾ മ്യൂസിക് ഉണ്ട് കേട്ടോ, ഞാനത് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വിളിച്ചേ നേരിട്ട് കാണാൻ പോകട്ടോ. ശിവൻ Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi.
When his stillness lasted for years on end, furious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. പാമ്പ് കണ്ടു, മറ്റേ ശരിക്കും പാമ്പ് പോലെ കണ്ടു കണ്ടു. He transmitted the profound signs of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest. Devi Parvati, seeing Adiyogi, reveling in ecstatic states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one അർദ്ധനാരീശ്വരി സങ്കല്പം. ശിവനും പാർവതി.
Seven sages, the Saptarishis, with the sacred signs of yoga in all its forms to human habitations across the planet, which turned into seven sages, the Saptarishis, with the sacred signs of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. പിന്നെ നാളെ രാത്രി കാണുള്ളൂ. പിന്നെ ഇതുപോലെ അപ്പടി മാമാല്ലേ കാർഷിക മാമ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.